ഹലോ, മീയും പാറുന്ന കളർ ഡ്രസ്സ് ഇട്ടാണ് സ്കൂളിൽ പോകുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇവർക്ക് കളർ ഡ്രസ്സ് അലൗഡ് ആയിട്ടുള്ളത്. ഒന്ന് ചിൽഡ്രൻസ് ഡേക്കും ഒന്ന് ഇവരുടെ ബർത്ത്ഡേക്കും. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. ഓക്കെ, എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും സുന്ദരിമണികളായി സ്കൂളിൽ പോയല്ലോ. അപ്പം ഞാനും ഒരുങ്ങിയിട്ടുണ്ട്. എവിടാ എന്താന്നൊക്കെ വഴിയേ പറയാം. അപ്പോൾ ഇന്ന് ഈ ഒരു കുർത്തിയാണ് ഇടുന്നത്. നമ്മൾ അജിയോ ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിവിടെ സ്നേരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്ന് മീയുടെ സ്കൂളിൽ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ. പാറുനും ഉണ്ട്, നമുക്ക് ഇൻവിറ്റേഷനൊന്നുമില്ല, പക്ഷേ പോകാമെന്ന് വെച്ചു. ഇന്നാണെങ്കിലേ അവൾക്ക് നേരത്തെ ഒരു ഫോക്ക് ഡാൻസിന് പ്രൈസ് കിട്ടിയില്ലേ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതും കാണാം. പിന്നെ ഇവരെന്തൊക്കെയോ പിള്ളേർ തന്നെ തട്ടിക്കൂട്ടിയ ഡാൻസും കാര്യമൊക്കെ ഉണ്ട്. അതും കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് കരുതി. ഇവിടെ ചുമ്മാ ഇരിക്കില്ലേ, ചുമ്മാ അല്ല, ഒത്തിരി പണിയുണ്ട്. ഇതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ പോകുന്നത്. രാവിലെ സ്നേര വരുന്നില്ലെന്നാണ് പറഞ്ഞത്, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കുകയാണെങ്കിൽ വാ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മേര വരുന്നോ ഇല്ലയെന്നാണ്. അപ്പോൾ പോകാനായിട്ടെല്ലാം റെഡി ആയിട്ടിരിക്കുക. കുറച്ച് നേരം ഞാൻ ഇവിടെ വെയിറ്റിംഗ് തുടങ്ങിയിട്ട് പുള്ളിക്കാരി മുടി കെട്ടുകയെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയാണ് മുടി കെട്ടിയെന്ന്. പിന്നെന്താ വിശേഷം ഇതൊക്കെ തന്നെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ പറയാം. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂട്ടറിലാണ് രണ്ടുപേരും വന്നത്. ഈ സ്കൂട്ടർ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം, നമുക്ക് ഹെൽമെറ്റ് വെക്കണമല്ലോ. അപ്പോൾ പിന്നെ മുടി എങ്ങനെയൊക്കെ ഭംഗിയായിട്ട് കിട്ടിയാലും ഉഴപ്പി പോകും. നമ്മളിവിടെ എത്തിയപ്പം 1ലും 2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഫാൻസി ഡ്രസ് മത്സരം നടക്കുമായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ ഉടനെ എല്ലാവരെയും ക്ലാസ്സിൽ കൊണ്ടുപോയി. അവർക്കിന്ന് പായസം ഡിസ്ട്രിബ്യൂഷനുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യാന്നൊക്കെ കരുതി, അത് കഴിഞ്ഞിട്ട് ഡാൻസ് കാണുമെന്നും കരുതി. പക്ഷേ ടീച്ചേഴ്സ് പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ടേ ഇനി ബാക്കി പ്രോഗ്രാംസ് ഉള്ളെന്ന്. നമുക്ക് അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പാറും അപ്പും ഒക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ വീട്ടിൽ കാണണം, അല്ലെങ്കിൽ പണിയാകും. നമ്മൾ ഫുഡൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാതെയാണ് പോയത്. അതുകൊണ്ട് മിയയുടെ ഡാൻസ് കാണാനോ കല്ലുവിൻ്റെ പ്രോഗ്രാം കാണാനോ ഒന്നും വഴിയില്ല. നമ്മൾ നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി. എന്തായാലും സ്കൂളിൽ പോയ കാര്യം നടന്നില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് കരുതി വരുന്ന വഴിക്ക് കണിയാമ്പുഴയുള്ള ബസ് ബേക്കേഴ്സിൽ കയറി. അവിടെ ചെന്നപ്പം മീറ്റ് റോൾ തീർന്നു പോയി. ഇത് ചിക്കൻ റോളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഒരെണ്ണം വാങ്ങിച്ച് നമ്മൾ ഷെയർ ചെയ്ത്. ഒരെണ്ണം വാങ്ങാനുള്ള കാരണം നമ്മൾ മാംഗോ ഷേക്കിനും ബട്ടർ സ്കോച്ച് ഷേക്കിനും ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൈ കിട്ടിയപ്പോൾ മാംഗോ ഏതാ ബട്ടർ സ്കോച്ച് ഏതാന്ന് അറിയാത്ത അവസ്ഥ. കാരണം രണ്ടും ഒരു ഫ്ലേവറും ഇല്ലായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും തോന്നിയില്ല. ഇതിനെക്കാട്ടി നല്ല അടിപൊളി ഷേക്ക് നമ്മുടെ എറണാകുളത്ത് കിട്ടുമല്ലോ. ഞങ്ങളുടെ മെയിൻ പരിപാടി അതാണല്ലോ. ഞാൻ ചോറും കറികളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പോയത്. നമ്മുടെ ചേട്ടനും ഫാമിലിയും ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണ് മനസ്സിലാകും. ഹസ്ബൻഡിൻ്റെ ചേട്ടനും ഫാമിലിയും ഗൾഫിലാണ്. അവർ നാട്ടിൽ വന്നിട്ട് പോയ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അത്യാവശ്യമായിട്ട് പിന്നെയും ഒന്ന് നാട്ടിൽ വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്ര വിഭവസമൃദ്ധമായ കറികളൊക്കെ ആയിട്ട് ഞാൻ ഊണൊരുക്കിയത്. ഇന്നലെ വന്നു, ഇന്ന് പോകുന്നു. ഷടപടയെന്നായിരുന്നു കാര്യങ്ങൾ. അപ്പം നമുക്ക് ചെറിയ പർച്ചേസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇങ്ങനെ ഓടിപ്പിടിച്ചുള്ള ഷോപ്പിങ്ങിനൊന്നും പിള്ളേരെ കൊണ്ടുപോകാറില്ല. വൈകിട്ട് എയർപോർട്ടിൽ അവരെ കൊണ്ടാക്കാൻ പോവുകയും വേണം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബൈപ്പാസിൽ പുതുതായിട്ട് സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വൈറ്റിൽ നിന്ന് പാലാരിവട്ടം പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. പാലാരിവട്ടം പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ വലിയ ഷോറൂമാണ്, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നോക്കാൻ സമയമില്ല. എന്നാലും ഓടിച്ചെന്ന് ക്ലിപ്പും ക്ലച്ചസും ഒക്കെ കുറേ നോക്കി. നല്ല വിലക്കുറവും ഉണ്ട്, ക്വാളിറ്റി ഉള്ള സാധനമായിട്ടോ. ഞാൻ ഇവിടുന്ന് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് ഹെയർ ബാൻഡും ഒക്കെ. മീ ഇപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട്. അത് എറണാകുളത്ത് ഞാൻ പോയിട്ടുള്ളത് വെച്ച് വലിയ ഷോറൂമായത്. 3 ഫ്ലോറുകളിലായിട്ടാണ് വരുന്നത്. ചെരുപ്പിനാണേലും ഷൂസിനാണേലും ഡ്രസ്സിനാണേലും ലിപ്സ്റ്റിക്ക് ആക്സസറീസ് എല്ലാത്തിനും നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടാൽ ഞാനങ്ങനെ കാണാതെ പോകുന്ന ആളല്ല, പക്ഷെ ഓടിപ്പിടിച്ചൊന്ന് വീഡിയോ എടുത്തിട്ട് വന്നതേ ഉള്ളൂ. ഇനി ഒരു ദിവസം വരണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു. എന്നാലും നമുക്ക് 1-2 സാധനങ്ങളും കൂടെ കിട്ടാനുണ്ട്. അപ്പോഴാണ് ഈ ഒരു റൂട്ടിൽ ബൈപ്പാസിൽ തന്നെ മാക്സ് സ്റ്റാർട്ട് ചെയ്തത് ഓർത്തത്. അവിടെ ഇതുവരെ പോയിട്ടില്ല. അപ്പം നേരെ അങ്ങോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ മാക്സിലേക്ക് പോയി. പിന്നെ ഈ മാക്സ്, സ്റ്റുഡിയോ, റിലയൻസ് പോലുള്ള കടകളിൽ ഞാൻ പോകുമ്പോൾ അവരുടെ കവർ വാങ്ങാറില്ല. അവർ ചോദിക്കും നമ്മളോട്, കാരണം അവർ പ്രൈസ് ഈടാക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ട, ഞാൻ കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ക്യാരി ബാഗ് കയ്യിൽ കരുതും. 15-20 രൂപ കൊടുത്ത് ഈ കവർ വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ റീയൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പേപ്പർ കവർ ആയതുകൊണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്യും. അങ്ങനെ മാക്സിലെത്തി. ഫസ്റ്റ് ഫ്ലോറിലാണ് കിഡ്സ് കളക്ഷൻ വരുന്നത്. അവിടെ ചെന്ന് എന്തായാലും ഇഷ്ടപ്പെട്ട സാധനമൊക്കെ കിട്ടി. അതൊന്നും കാണിക്കാനോ എടുക്കാനോ ഒന്നും സമയമില്ല കേട്ടോ. വീട്ടിൽ ചെന്നിട്ടും ജോലിയുണ്ടേ. ഹോം സെൻറ്ററിലാണെങ്കിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ ഓഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇത് കാണുന്ന ഇഷ്ടമാണെങ്കിലും സമയമില്ലാത്ത ടൈം ആയതുകൊണ്ട് നമുക്ക് എത്രയും വേഗം അവിടെ നിന്ന് ഇറങ്ങണമെന്ന് തന്നെയായിരുന്നു. കാരണം ഇനിയും
നമുക്ക് കിട്ടാത്ത സാധനങ്ങളുണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയും വേണം. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് വൈറ്റിലെ ABC-യിലേക്കാണ്. ഇവിടെ വന്ന് ഒരു സ്പൈഡർമാനെ തപ്പിയിറങ്ങിയതാണ്, പക്ഷേ നിരാശയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും തിരക്കിട്ട് ഒരു സാധനവും വാങ്ങുന്ന ഇഷ്ടമല്ല, ഭയങ്കര റിലാക്സ് ചെയ്ത് പോകുന്നതാണ് ഇഷ്ടം. എന്നാലും ടോയ് ഷോപ്പിൽ കയറിയപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞിലെ എനിക്ക് ഇത്രയും ടോയ്സോ കളിപ്പാട്ടങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ഭാഗ്യം ചെയ്തവരാ. അതും കണ്ട് കണ്ണും തള്ളി ഞാൻ വെളിയിൽ വന്നു. അപ്പോഴത്തേക്ക് തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി ഇപ്പം പെയ്യും എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സ്വീറ്റ് പപ്സ് ആണെന്ന് പറഞ്ഞിട്ട് ക്രീമൊക്കെ വെച്ച ഒരു പപ്സും കുറച്ച് കളറും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ വളരെ മോശമായിരുന്നു, കൊള്ളത്തില്ല. ഞാൻ ആ കടയിൽ നിന്ന് ചേട്ടനോട് ചോദിച്ചു ഇത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചതാണ്. എന്തായാലും അബദ്ധം പറ്റി. അപ്പം വീട്ടിൽ വന്നിട്ട് ഇനി പാക്കിംഗ് ആണ്, കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. ഈ തേങ്ങ എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പൊങ്ങുള്ള തേങ്ങയാണ്. അവിടെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുണ്ട്. അപ്പോൾ ഇതെല്ലാം പാക്കിങ്ങും കഴിഞ്ഞു, ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. അവിടെ ചെന്ന് ചേട്ടനെ യാത്രയാക്കി. ഇത്തവണ ചേട്ടൻ്റെ മുഖമൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ മാത്രമല്ല, ചേട്ടനും ശ്യാമിലിയുടെ അമ്മയും കൂടാണ് ഇത്തവണ ഖത്തറിലേക്ക് പോകുന്നത്. ഇത്തവണ നമുക്ക് അത്രയും വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ. പിള്ളേരുണ്ട് വന്ന് നിന്ന് കളിച്ചൊക്കെ പോകുമ്പോഴാണ് ഭയങ്കര സങ്കടം തോന്നാറുള്ളത്. ഇത്തവണ അവർ ജോലിക്കായിട്ട് പോകുന്നു, നമ്മൾ ഹാപ്പി, അവർ ഹാപ്പി. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. അന്നേരമാണ് വലിയൊരു ഫ്ലൈറ്റ് അവിടെ വന്ന് കിടക്കുന്നത്. ഞാനിതുവരെ ഫ്ലൈറ്റിൽ കയറാത്തതുകൊണ്ട് ഇത് കാണുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഈവൻ കയറിയാലും എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോഴും എനിക്ക് മെട്രോ ട്രെയിനൊക്കെ കണ്ടാൽ ഞാൻ ഒരു മിനിറ്റ് അവിടെ നിന്ന് അത് പോകുന്നത് കണ്ടിട്ടേ ഇറങ്ങത്തുള്ളൂ. സാധാരണ കാണുന്ന ഫ്ലൈറ്റിനെക്കാട്ടി ഇത്തിരി വലിപ്പം കൂടുതലായിരുന്നു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. എപ്പോഴും നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാറുണ്ട്. ഇത്തവണ ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അൽത്താസേ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഷവർമ്മ വേണമെന്ന്. അങ്ങനെ ഷവർമ്മ വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു. അങ്ങനെ 10-11:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. തിരിച്ചു വരുന്ന വഴി കുറേ ദൂരം നല്ല മഴയുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.